Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 മെയ് 11 ഞായറാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു. ഇതിനുവേണ്ടി സൗദി അറേബ്യ നടത്തിയ നയതന്ത്ര ശ്രമങ്ങളെയും ബഹ്റൈൻ പ്രശംസിച്ചു. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതായും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വരാനിരിക്കുന്ന അഷൂറ ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനുള്ള തയ്യാറെടുപ്പുകൾ ബഹ്റൈൻ ക്യാപിറ്റൽ ഗവർണറേറ്റ് ആരംഭിച്ചു. ഇത് സംബന്ധിച്ചുള്ള യോഗത്തിൽ ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു. തലസ്ഥാനത്ത് നടക്കുന്ന ഹുസൈനി ഘോഷയാത്രകൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. ബഹ്റൈൻ UAE സർക്കാരുകൾ തമ്മിലുള്ള നിക്ഷേപങ്ങളുടെ പ്രോത്സാഹനത്തിനും സംരക്ഷണത്തിനുമുള്ള കരാർ പ്രാബല്യത്തിൽ വന്നു. മെയ് 8 മുതലാണ് മുന്നേ ഒപ്പുവെച്ചിരുന്ന കരാർ പ്രാബല്യത്തിൽ വന്നതായി ഔദ്യോഗിക വിവരം അറിയിച്ചത്. നിക്ഷേപങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പു നൽകുന്നതും ന്യായവും നീതിയുക്തവുമായ പരിഗണന ഉറപ്പാക്കുന്നതിലൂടെയും തർക്കപരിഹാരത്തിന് വ്യക്തമായ സംവിധാനങ്ങൾ നൽകുന്നതിലൂടെയും നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുന്നതുമായ ഒരു സമഗ്ര നിയമചട്ടക്കൂടാണ് ഈ കരാറിലുള്ളത്. UAEയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ബഹ്റൈൻ വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ ആൽ ഖലീഫ പറഞ്ഞു. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വേനലവധിക്കാലത്തെ വിദ്യാർത്ഥികൾക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പ് ജൂലൈ 5 മുതൽ ആഗസ്റ്റ് 1 വരെ മനാമ KMCC ഹാളിൽ നടക്കും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ് നടക്കുക. 6 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. വ്യക്തിത്വ വികസനം, ലൈഫ് സ്കിൽസ്, ഹാബിറ്റ്സ് മോൾഡിംഗ്, ആർട്സ്, സ്പോർട്സ്, ഫസ്റ്റ് എയ്ഡ്, ട്രോമ കെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫ്യൂച്ചർ വേൾഡ്, ഫിനാൻസ് മാനേജ്മെൻറ്റ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ട്രെയിനിങ് സെക്ഷനുകൾ നടക്കും. ക്യാമ്പയിനിൻ്റെ ഭാഗമായി ശില്പശാലകൾ, ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് മീറ്റ്, ഗെയിംസ്, പ്രായോഗിക പരിശീലനം, മത്സരങ്ങൾ, ഫാമിലി മീറ്റ് എന്നിവ സംഘടിപ്പിക്കും. വിദഗ്ധ പരിശീലകരായ നബീൽ മുഹമ്മദ്, യഹ്യ മുബാറക്, ഹിഷാം P എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ജൂലൈ 5 ശനിയാഴ്ച രാത്രി 7 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ KMCC സ്റ്റേറ്റ് നേതാക്കൾ സംബന്ധിക്കും. KMCC ബഹ്റൈൻ മീഡിയ വിംഗ് ചെയർമാൻ AP ഫൈസൽ പ്രോട്ടീൻ സമ്മർ ഫിയസ്റ്റ സീസൺ 2 വീഡിയോ ലോഞ്ചിംഗ് നിർവഹിച്ചു. സമ്മർ ക്യാമ്പിന് കുട്ടികളെ രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ 35989313 അല്ലെങ്കിൽ 33165242 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ, ജനറൽ സെക്രട്ടറി അലി അക്ബർ, ട്രഷറർ ഫാറൂഖ്, ഓർഗനൈസിംഗ് സെക്രട്ടറി VK റിയാസ്, മറ്റു ഭാരവാഹികളായ ഷാഫി കോട്ടക്കൽ, ഉമ്മർ കൂട്ടിലങ്ങാടി, നൌഷാദ് മുനീർ, മുഹമ്മദ് മഹ്റൂഫ് ആലിങ്ങൽ, മുഹമ്മദ് അലി, ഷഹീൻ താനാലൂർ, മുജീബ് മേൽമുറി, മൊയ്തീൻ മീനാർകുഴി, KR ഷിഹാബ് പൊന്നാനി, അനീസ് ബാബു എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ മലപ്പുറം ജില്ലാ ഫോറം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ മാസം രൂപം കൊടുത്ത അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടത്. അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ബഷീർ അമ്പലായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ സലാം മമ്പാട്ടുമൂല സ്വാഗതവും ജനറൽ കൺവീനർ ഷമീൽ പൊട്ടച്ചോല നന്ദിയും പ്രകാശിപ്പിച്ചു. യോഗത്തിൽ അലി അഷ്റഫ് അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് യോഗ നടപടികളുടെ ചുമതല ബഷീർ അമ്പലായി, ഫസലുൽ ഹക്ക് എന്നിവർ നിർവഹിച്ചു. അടുത്ത ഒരു വർഷത്തേക്ക് ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറത്തെ നയിക്കുന്നതിനായി സലാം മമ്പാട്ടുമൂല പ്രസിഡന്റായും ഷമീർ പൊട്ടച്ചോല ജനറൽ സെക്രട്ടറിയായും അലി അഷ്റഫ് വാഴക്കാടൻ ട്രഷററായും മൻഷീർ കൊണ്ടോട്ടി ഓർഗനൈസിംഗ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി ബഷീർ അമ്പലായി, ഹബീബ് റഹ്മാൻ, KT മുഹമ്മദ് അലി, നാരായണൻ PT, ബാലകൃഷ്ണൻ NK, മുഹമ്മദ് അലി മലപ്പുറം എന്നിവരെയും തിരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികളായി രാജേഷ് നിലമ്പൂർ, ഷാനവാസ് എടപ്പാൾ, റംഷാദ് ഐലക്കാട്, മുനീർ ഒറവക്കോട്ടിൽ, സഖറിയ പൊന്നാനി വൈസ് പ്രസിഡന്റ്, ഷബീർ മുക്കൻ, അഷ്റഫ് കുന്നത്തുപറമ്പിൽ, കാസിം പാടത്തക്കായിൽ, ഷിബിൻ തോമസ്, അബ്ദുൾ ഹക്ക് മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി, സംഷുദ്ദീൻ ഷാദാഫിഷ് അസിസ്റ്റന്റ് ട്രഷറർ, ഡോക്ടർ യാസർ ചോമയിൽ മെഡിക്കൽ അഡ്വൈസർ, ഫസലുൽ ഹക്ക് മീഡിയ വിംഗ് കൺവീനർ, അൻവർ നിലമ്പൂർ എന്റർടൈൻമെന്റ് സെക്രട്ടറി,
റസാഖ് പൊന്നാനി ചാരിറ്റി കൺവീനർ, റഹ്മത്ത് അലി സ്പോർട്സ് കൺവീനർ, വാഹിദ് വളഞ്ചേരി മെമ്പർഷിപ്പ് സെക്രട്ടറി, റിയാസ് ഓമനൂർ ഹെൽപ്പ് ഡെസ്ക് കൺവീനർ, മുജീബ് പുറത്തൂർ ജോബ് സെൽ കൺവീനർ, രഘുനാഥ് സാഹിത്യ വിഭാഗം കൺവീനർ, ഫിറോസ് വെളിയങ്കോട് ഓഡിറ്റർ, ബഷീർ തറയിൽ വളണ്ടിയർ കോർഡിനേറ്റർ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റൈൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റ റവറൻ അനീഷ് സാമുവേൽ ജോണിന് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ഇടവക വൈസ് പ്രസിഡന്റ് കുരുവിള എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജോൺ വി തോക്കോടൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഇടവക സെക്രട്ടറി എബി വർഗീസ് സ്വാഗതം അറിയിച്ചു. തുടർന്ന് കുരുവിള എബ്രഹാം ആശംസ പ്രസംഗം നടത്തി. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയ സിഞ്ച് യൂണിറ്റ് കുട്ടികൾക്കായി മലർവാടി ബാലസംഗമം സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ ഡോക്ടർ ഷബാന സുനീർ കുട്ടികളുമായി സംവദിച്ചു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെക്കുറിച്ചും പഠനം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചും അവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സിഞ്ച് യൂണിറ്റ് പ്രസിഡന്റ് മെഹ്റാം മൊയ്തീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലർവാടി കൺവീനർ സക്കിയ സമീർ സ്വാഗതവും സെക്രട്ടറി സുവാദ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ദിലീപ് ഫാൻസ് ഇന്റർനാഷണൽ ബഹ്റൈൻ ദാനാമൾ എപ്പിക് സിനിമാസുമായി സഹകരിച്ചുകൊണ്ട് 150ാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഫാൻ ഷോ സംഘടിപ്പിച്ചു. ഫാൻ ഷോയ്ക്ക് കോർഡിനേറ്റർ സ്റ്റെഫി സാബു, മറ്റു ഭാരവാഹികളായ പ്രശോഭ്, ഷംസീർ, ഷാഹിൻ, ഷമീർ, ഡെയിൽ, ലിജോയ്, ഹിജാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറണാകുളം എടത്തല സ്വദേശി ഗോപാലൻ പ്രഭാകരൻ ഹൃദയാഘാതം മൂലം ബഹ്റൈനിൽ നിര്യാതനായി. 70 വയസ്സായിരുന്നു പ്രായം. ഭാര്യ മമത ഗോപാൽ, മകൻ ഗോകുൽ ഗോപാൽ, മകൾ ആർച്ച.